അധ്യാപകരുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ കളർചോക്ക് എന്ന പുസ്തകമാണ് ഇന്ന് കൃപാക്ഷരങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. അധ്യാപികയും എഴുത്തുകാരിയുമായ ജിഷ കാർത്തിക എഡിറ്റ് ചെയ്ത് 2021 ഓഗസ്റ്റിൽ മൺസൂൺ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രം തന്നെ വളരെ മനോഹരമാണ്. ഒരു പഴയ ക്ലാസ് റൂമിൽ ഒരു കസേരയിൽ നിരവധി കളർ ചോക്കുകൾ വെച്ചിട്ടുള്ളൊരു ചിത്രമാണ് കവർ പേജിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ ക്ലാസ് റൂമുകളിലേക്ക് വിദ്യയുടെ വെളിച്ചം പകർന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരിലേക്ക് നിറം മങ്ങാത്ത നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്കുള്ള യാത്ര തന്നെയാണ് കളർ ചോക്ക് എന്ന ഈ പുസ്തകം തുറക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ടൈറ്റിൽ പേജാണ് കാണുന്നത്. അതിനുശേഷം എഡിറ്ററുടെ ജിഷ കാർത്തികയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമുണ്ട്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എടവിലങ്ങയിൽ മലയാള അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന ജിഷ കാർത്തിക ഈ കളർചോക്ക് പോലെയുള്ള മറ്റ് പുസ്തക സമാഹാരങ്ങളുടെ എഡിറ്റർ കൂടിയാണ്. അപര എന്ന ഒരു കവിതാ സമാഹാരമുണ്ട്. 8ാമത്തെ പിരീഡ് എന്ന പേരിൽ അധ്യാപകരുടെ കവിതകൾ എഡിറ്റ് ചെയ്ത ഒരു പുസ്തകത്തിൻ്റെ എഡിറ്ററാണ്. സ്കൂൾ ഫാക്ടറി എന്ന അധ്യാപക കഥാസമാഹാരത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എഴുത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ജിഷ കാർത്തിക എന്ന അധ്യാപികയാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് മൺസൂൺ ബുക്സിലെ PRK ചെന്നം എഴുതിയ പ്രസാധകക്കുറിപ്പാണ്. സാധാരണ പുസ്തകങ്ങളിൽ വായനക്കാർ പ്രസാധകക്കുറിപ്പിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ തീർച്ചയായിട്ടും വിട്ടുപോകാതെ വായിക്കേണ്ട ഒരിടം തന്നെയാണ് പ്രസാധകക്കുറിപ്പ്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ കോവിഡ് കാലത്തിൻ്റെ ദുഷ്കര നാളുകളെ അതിജീവിച്ചാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നതെന്നും ഈ എഴുത്തുകാരുടെ തന്നെ സംഘടനയായ ഈ മൺസൂൺ പുസ്തകം വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്രയും പ്രാധാന്യം ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സമൂഹം മുഴുവൻ വായിച്ചിരിക്കേണ്ട ഒരു അമൂല്യ ഗ്രന്ഥമാണെന്നാണ് മൺസൂൺ ബുക്സ് അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഒന്നില്ലെങ്കിൽ അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പെടുന്ന ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം ഓരോ വായനക്കാരൻ്റെയും വായനാമുറികളിൽ ഇടം പിടിക്കേണ്ട പുസ്തകം തന്നെയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഉള്ളടക്കമാണ്. 150ൽ പരം ഓർമ്മക്കുറിപ്പുകൾ കിട്ടിയിൽ നിന്നും തിരഞ്ഞെടുത്ത 102 ഓർമ്മക്കുറിപ്പുകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഓരോ ഓർമ്മക്കുറിപ്പിനും ഓരോ തലക്കെട്ടും അതിൻ്റെ പേജ് നമ്പറും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എഴുതിയ അധ്യാപകൻ്റെ പേര് കൂടി ചേർത്തിട്ടാണ് ഉള്ളടക്കം കടന്നു പോകുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് അവതാരികയാണ്. സാഹിത്യ നിരൂപകനായ VU സുരേന്ദ്രൻ എഴുതിയ അവതാരികയിൽ വീണ്ടും ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്കായിട്ട് ഞാൻ വായിക്കാം. അധ്യാപനം എന്നത് പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുകയല്ല, മറിച്ച് ജീവിതം തന്നെ പഠിപ്പിക്കുകയാണെന്ന ഉന്നതമായ ഒരു സത്യം ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സമവാക്യങ്ങൾ മാറുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹത്തിലെ ഓരോ വ്യക്തികളും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. പിന്നീട് നമ്മൾ കടക്കുന്നത് അധ്യായങ്ങളിലേക്കാണ്. ആദ്യ അധ്യായം മുണ്ടൂർ സേതുമാധവൻ എഴുതിയ രാമചന്ദ്രൻ മാഷ് ഇപ്പോഴുമുണ്ട് എന്ന അധ്യായമാണ്. തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളിലേക്കും താൻ എടുക്കുന്ന പാഠഭാഗങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ ആണ് രാമചന്ദ്രൻ മാഷ്. ആ രാമചന്ദ്രൻ മാഷിൻ്റെ ഓർമ്മയെ വളരെ വ്യക്തമായിട്ടും വളരെ ലളിതമായിട്ടും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് എന്ന കവിത തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഏറ്റവും വിഷമാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികളിലേക്ക് വരെ എത്തിക്കണമെന്നുള്ള മാഷിൻ്റെ ആ ഒരു ആഗ്രഹവും എത്തിയില്ലേ എന്ന് മാഷ് തിരിച്ചറിയുന്ന വിധവുമെല്ലാം വളരെ ലളിതമായിട്ട് തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ രാമചന്ദ്രൻ മാഷുണ്ട്, നിങ്ങൾ കണ്ണു തുറന്നു നോക്കൂ, നിങ്ങൾക്കരികിലിതാ എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അതിനുശേഷം നിരവധി അധ്യായങ്ങളിലൂടെ പല അധ്യാപക വിദ്യാർത്ഥി ഓർമ്മകൾ
ിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അധ്യാപക ഓർമ്മകളിലൂടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ക്ലാസ്സിലുള്ള ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയെക്കുറിച്ചല്ല അധ്യാപക ഓർമ്മകളെല്ലാം സഞ്ചരിക്കുന്നത്. തൻ്റെ ക്ലാസ്സിലുള്ള ഒരു വികൃതിയായ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ തന്നെ കണ്ണീരണിയിച്ച ഒരു കുട്ടിയുടെ ഓർമ്മകളായിരിക്കാം. അങ്ങനത്തെ ഓർമ്മകളാണ് കൂടുതലും അധ്യാപകർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മാത്രം വിദ്യാർത്ഥി സമൂഹത്തിനെ എടുക്കാവുന്ന ഒരു ചിന്ത മാത്രം പങ്കുവയ്ക്കുകയാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ തൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ അധ്യാപകൻ ശാസിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ നല്ലതിനായിരിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം വിദ്യാർത്ഥികളായ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യായമുണ്ട്. നെയ്പായസത്തിലെ ഉപ്പ് എന്ന ശീർഷകത്തോടു കൂടി ഇന്ദുലേഖ പരമേശ്വരൻ എന്ന അധ്യാപിക എഴുതിയ കണ്ണീരണിയിക്കുന്ന ഒരു ഓർമ്മയാണ്. ടീച്ചർ കൊടുങ്ങല്ലൂരിലെ ഗവൺമെൻറ് വിദ്യാലയത്തിലായിരിക്കുന്ന സമയത്ത് തൻ്റെ ക്ലാസ്സിൽ മാധവിക്കുട്ടിയെ പരിചയപ്പെടുത്തേണ്ട ഒരു സന്ദർഭത്തിൽ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ അവതരിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ മുന്നിൽ കണ്ണീരണിയേണ്ട ഒരു സന്ദർഭം വന്നു. തിരിച്ച് ടീച്ചർ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോഴും കുട്ടികളും കുട്ടികളുടെ അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ഒരു രംഗമാണ് ടീച്ചർ കാണുന്നത്. അപ്പോൾ ഒരു അധ്യാപിക ഒരു അമ്മയും മകളുമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അധ്യായം. മാത്രമല്ല, എങ്ങനെ ഒരു വിഷയം കുട്ടികൾക്ക് അനുഭവവേദ്യമാവുന്ന തരത്തിലെടുക്കാമെന്നുള്ളതെല്ലാം ഇതിലെ ഓരോ അധ്യായങ്ങളും നമ്മളോട് സംവദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഓർമ്മകളിലൂടെയെല്ലാം പോകുമ്പോൾ നമ്മളും തിരിച്ചു പോകുന്നുണ്ട് നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക്, നമ്മളുടെ ക്ലാസ് മുറികളിലേക്ക്. അവിടെയെല്ലാം നമ്മൾ ചേർത്ത് പിടിച്ച ഒരു പിടി നല്ല അധ്യാപകരുണ്ട്. ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെച്ച, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുവാനും പുരോഗതി ഉണ്ടാവാനും ഒക്കെ കൂട്ടുനിന്ന ഒരു പിടി അധ്യാപകരെയെല്ലാം നമുക്ക് ഓർക്കാനായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് ഈ പുസ്തകത്തിലെ ഓർമ്മകളെല്ലാം തന്നെ. അതിനുശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ തന്നെ എഡിറ്ററായ ജിഷ കാർത്തിക എഴുതിയ കട്ടിലപ്പൂവം വിശേഷങ്ങൾ എന്ന 101-ാമത്തെ അധ്യായമാണ്. കട്ടിലപ്പൂവത്താണ് ഈ ജിഷ കാർത്തിക ആദ്യമായിട്ട് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെയാണ് എൻ്റെ സ്കൂൾ എന്ന് പറയുന്ന ഓർമ്മകൾ, ആദ്യം ഒരു അധ്യാപിക എന്ന രീതിയിൽ തൻ്റെ ഓർമ്മകൾ പതിഞ്ഞ ഇടം കട്ടിലപ്പൂവാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ടീച്ചർ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു സ്ത്രീ സ്റ്റാഫ് റൂമിലേക്ക് വരികയാണ്. അമ്മൂമ്മയ്ക്ക് സാധാരണ കുട്ടികളുടെ വിശേഷം അന്വേഷിക്കാൻ വരുന്ന അതിലേതെങ്കിലും ഒരു അമ്മൂമ്മയായിരിക്കും എന്ന് വെച്ച് ടീച്ചർ സ്വീകരിക്കുകയാണ്. പക്ഷേ അത് അവിടെ തന്നെ പണ്ട് ജോലി ചെയ്ത കല്യാണി ടീച്ചറായിരുന്നു. കല്യാണി ടീച്ചർ തൻ്റെ പഴയ സ്കൂളിലേക്ക്, കല്യാണി ടീച്ചറുടെയും ആദ്യത്തെ സ്കൂളാണ്, അപ്പോൾ ആ സ്കൂളിലേക്ക് 77-ാം വയസ്സിൽ ആ സ്കൂളിലെ മറ്റു കാര്യങ്ങളും മറ്റുള്ളവരായിട്ട് തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് വന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇതേപോലെ തനിക്കും ഒരു 77 വയസ്സിൽ അല്ലെങ്കിൽ 70-ാം വയസ്സിൽ ഒരു യാത്ര നടത്തണമെന്ന് ഉള്ള ആഗ്രഹത്തോടെയാണ് ജിഷ കാർത്തിക ടീച്ചർ ആ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇതിൽ അധികം അധ്യാപകരെക്കുറിച്ചുള്ള ഓർമ്മകളിലെ കൂടുതലും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിലൊരു വ്യത്യസ്തമായ ഓർമ്മയാണ് ജിഷ് ടീച്ചർ എഴുതി ചേർത്തിരിക്കുന്നത്. നമുക്കും അധ്യാപകരായ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർമ്മയാണ് ഈ അധ്യായത്തിലുള്ളത്. അതിനുശേഷം അവസാനത്തെ അധ്യായമായ അധ്യാപനം ഒരു ഹൃദയ ശുശ്രൂഷ എന്ന വിജി തമ്പി സാറിൻ്റെ അധ്യായം നിങ്ങളേവരും വായിച്ചിരിക്കേണ്ട ഒരു അധ്യായം തന്നെയാണ്. തൻ്റെ എഴുത്തുകൾ കൊണ്ട് പ്രാവീണ്യം തെളിയിച്ച വിജി തമ്പി സാർ വാക്കുകൾ കൊണ്ട് ഒരു അത്ഭുത ലോകം തന്നെ ഈ അധ്യായത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അദൃശ്യമായ ഓൺലൈൻ യുഗം വന്നപ്പോഴും അധ്യാപകൻ്റെ സ്ഥാനം മാറുന്നില്ലെന്നും, പക്ഷേ അധ്യാപകൻ എങ്ങനെയാണ് കാലഹരണപ്പെട്ട ചിന്തകളും ആശയങ്ങളും
സംസ്കരിച്ച് പുതിയ ആശയങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇടപെടണമെന്ന് കൃത്യമായിട്ട് തമ്പി സാർ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന കാര്യം, ഒരു ക്ലാസ് മുറി അധ്യാപകനെ സ്വാതന്ത്ര്യത്തിൻ്റെ റിപ്പബ്ലിക്കാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ തുറന്നു വിടുന്നവനായിരിക്കണം അധ്യാപകനെന്നും, അധ്യാപനത്തിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകേണ്ടതെന്ന് കൃത്യമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ തമ്പി സാർ എഴുതി വെച്ചിട്ടുണ്ട്. തമ്പി സാർ ഇതിലൂടെ തൻ്റെ 35 വർഷത്തെ അധ്യാപക ജീവിതത്തിൻ്റെ ഓർമ്മകളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. കാലം കൊത്തിയെടുത്ത ഓർമ്മകളുടെ ഭൂപടത്തിൽ നിരവധി ഉരുക്കൾ തട്ടുപിടിപ്പിച്ച പൂമരങ്ങളുടെ തണലിലിരുന്നിട്ടാണ് അധ്യാപക ഓർമ്മകളെല്ലാം ഓർത്തെടുക്കുന്നതെന്ന് രസകരമായ വരികളിലൂടെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ പാരഗ്രാഫിലൂടെ എഴുതുന്ന ഒരു വരി നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന വരികളാണ്. ഒരുപാട് മുടന്തിയും ക്ഷീണിച്ചും വഴിതെറ്റിയും വരുന്ന വിദ്യാർത്ഥിയെ അരുമയോടെ ഹൃദയത്തോട് അണച്ചു പിടിക്കാനുള്ള ഒരു സന്ദർഭവും അധ്യാപകൻ പാഴാക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എഴുതുകയും അധ്യാപനം ഒരു ഹൃദയ ശുശ്രൂഷയാണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ് തമ്പി സാർ ചെയ്യുന്നത്. അതോടുകൂടി തമ്പി സാറിൻ്റെ അധ്യായത്തോടു കൂടി ഈ ഓർമ്മ പുസ്തകം അവസാനിക്കുകയാണ്. പക്ഷേ ഈ ഓർമ്മ പുസ്തകം അവസാനിക്കുന്നിടത്ത് നമ്മുടെ ഓർമ്മകൾ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിയും വിട്ടുപോകാതെ വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കളർ ചോക്ക് എന്ന ഈ ഓർമ്മക്കുറിപ്പുകൾ. വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മൾ ഏവർക്കും വായിച്ചിടും. കാരണം നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്നിരിക്കണം. പുസ്തകം അടച്ചു കഴിയുമ്പോൾ നമുക്കിതിലെ ബ്ലർബിലെ വരികൾ ഒന്നുകൂടി ഓർക്കാം. സാഹിത്യ നിരൂപകനായ വി.യു. സുരേന്ദ്രൻ എഴുതിയ അവതാരികയിൽ നിന്നുള്ള വരികൾ ഒന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ കേൾക്കുകയും അറിയുകയുമാണ് ഒരു അധ്യാപകൻ്റെ പ്രഥമ കർത്തവ്യം. നാം കൈകാര്യം ചെയ്യുന്നത് വസ്തുക്കളെയല്ല വ്യക്തികളെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഹൃദയം കൊണ്ട് കണ്ടെടുക്കുന്ന 100-ൽ പരം അധ്യാപകരുടെ അധ്യാപക വിദ്യാലയ ഓർമ്മകളാണ് ഈ ഗ്രന്ഥമെന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വായനാമുറികളിൽ ഇടം പിടിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കളർ ചോക്ക്. എല്ലാവരും വായിച്ചിരിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.